ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ ഒരു വലിയ മതിൽ നിർമ്മിച്ചു. അതിൽ ഒരു വിള്ളലുണ്ടായിരുന്നു. രാജ്യം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ശില്പികളെ വിളിച്ച് അത് നന്നാക്കാൻ പറഞ്ഞു. അവർ വന്ന് അത് നോക്കി. ഇത് നന്നാക്കാൻ വലിയ കല്ലുകളും പണവും വേണം. ഇപ്പോൾ സാധ്യമല്ല എന്ന് പറഞ്ഞ് അവർ മടങ്ങി. എന്നാൽ വഴിയെ പോയ ഒരു സാധാരണക്കാരൻ ഒരു ചെറിയ കല്ലും കുറച്ച് മണ്ണുമെടുത്ത് ആ വിള്ളൽ അടച്ചു. അവിടെ മനോഹരമായ ഒരു പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. ഇത് കണ്ട് വലിയ ശില്പികൾ പരിഹസിച്ചു. ഇതൊന്നും ശാസ്ത്രീയമല്ല എന്ന് അവൻ വാദിച്ചു. എന്നാൽ രാജാവ് വന്നപ്പോൾ ആ പൂച്ചെടിയെയും അതിലെ ഭംഗിയെയും അഭിനന്ദിച്ചു. ഇന്നത്തെ സുവിശേഷത്തിലും നാം കാണുന്നത് പണ്ഡിതർ എന്ന് സ്വയം വിചാരിക്കുന്നവർ അറിവിൻ്റെ അഹങ്കാരത്താൽ ലളിതമായ സത്യങ്ങൾ കാണാതെ പോകുന്നു. എന്നാൽ ഹൃദയശുദ്ധിയുള്ളവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ പ്രയാസമില്ല. യേശുവിൻ്റെ വചനങ്ങളും പ്രവൃത്തികളും കണ്ട സാധാരണ ജനം അവനിൽ വിശ്വസിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇവൻ സത്യമായും ഒരു പ്രവാചകനാണ്. ഹൃദയശുദ്ധിയുള്ളവർക്ക് ദൈവസ്വരം തിരിച്ചറിയാൻ വലിയ ബിരുദങ്ങളുടെ ആവശ്യമില്ലെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറുഭാഗത്ത് അഹങ്കാരത്തിൻ്റെ തിമിരം ബാധിച്ച പരീശന്മാരെയും ശാസ്ത്രിമാരെയും കാണാം. അവർക്ക് വേദപുസ്തകം മനഃപ്പാഠമായിരുന്നു. പക്ഷേ അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല. ഗലീലയിൽ നിന്ന് പ്രവാചകനുണ്ടാകുമോ എന്ന അവരുടെ ചോദ്യം അവരുടെ മുൻവിധി കാണിക്കുന്നു. എന്നാൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നിക്കോദെമോസ് സത്യത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്നു. ഒരാളെ കേൾക്കുന്നതിന് മുമ്പ് കുറ്റം വിധിക്കരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഈ വചനഭാഗം നമ്മോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്: നമ്മൾ ആരുടെ പക്ഷത്താണ്? അറിവിൻ്റെ അഹങ്കാരവുമായി സത്യത്തെ എതിർക്കുന്ന പരീശന്മാരുടെ പക്ഷത്തോ, അതോ ദൈവത്തിൻ്റെ വചനം കേട്ട് അത്ഭുതപ്പെടുന്ന ഭടന്മാരുടെയും സാധാരണക്കാരുടെയും പക്ഷത്തോ?